മൈസൂർ പാലസിലെ അകത്തേക്ക് പോകാനുള്ള ഉൾവശത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഞാനും ഫ്രണ്ട്സും ഉൾവശത്തേക്ക് കടക്കുവാൻ നോക്കിയപ്പോൾ ജനങ്ങളാൽ തിങ്ങിത്തിരങ്ങി നിന്നാൽ ഉൾവശത്തേക്ക് കടക്കുവാൻ 2 കവാടങ്ങളാണ് ഉള്ളത്. കവാടത്തിന് ഉൾവശത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരും ഫോട്ടോയ്ക്കായി പോസ് ചെയ്യുന്നു. അത് കണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കടന്നു നീങ്ങുകയാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനും ഫ്രണ്ട്സും കൊട്ടാരത്തിൻ്റെ അകത്ത് കിടന്നു. പാദരക്ഷകൾ പുറത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ആരാധിച്ചിരുന്ന വിഗ്രഹവും കൊട്ടാരത്തിന്റെ നടുവശമാണ്. നല്ല തിരക്കാണ്. ക്യാമറ തിരിക്കാനോ വെക്കാനോ കഴിയാത്ത തിരക്ക് അനുഭവപ്പെടുന്നു. അവധിക്കാലമായതിനാൽ കുട്ടികളും മുതിർന്നവരും കൂടുതലുണ്ട്. അതിനാൽ തിരക്ക് അനുഭവപ്പെടുകയാണ്. പണ്ട് രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ ആനയുടെ ശിരസ് വെട്ടിയെടുത്ത് വച്ചതാണ് ഇത്. ചുമരുകളിലും ചിത്രകലകളാൽ രൂപപ്പെട്ടിരിക്കുന്നു. തിരക്ക് അനുഭവപ്പെടുന്നാൽ ഓരോരുത്തരും ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യും. ക്യാമറ വയ്ക്കുവാനോ തിരിക്കുവാനോ പറ്റാത്ത വിധം തിരക്കാണ് അനുഭവപ്പെടുന്നത്. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ നൃത്തം ആസ്വദിച്ചിരുന്ന സദസ്സാണ് കൊട്ടാരത്തിൻ്റെ നടുമുറ്റം. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നവരാണ് ഈ ഓരോ ആൾക്കാരും. കോട്ടും സൂട്ടും ഇട്ട് ഓരോരുത്തർ തൊപ്പി തലയിൽ വെച്ച് കുറേ പേര്. പണ്ടുകാലങ്ങളിൽ ചിത്രകല രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളാണ് ചുമരിൽ തൂക്കിക്കയറുന്നത്. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കണ്ണാടി, കസാര ഗ്ലാസ്സിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സിൽവറിൽ ആനക്കൊമ്പാൽ നിർമ്മിക്കപ്പെട്ട മിറർ, നടന്നു പോകുന്ന നടുമുറ്റത്തിൻ്റെ വേറൊരു വശം. ഉൾക്കാഴ്ചകളാൽ കൊട്ടാരം വളരെ ഭംഗിയാണ്. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകും മുമ്പ് കൊട്ടാരത്തിൻ്റെ ഉൾവശം കാണുവാൻ എന്തൊരു ഭംഗിയാണ്. മറ്റ് ആൾക്കാരെ കാണുമ്പോൾ പോലെയല്ല കണ്ണാടികൾ കാണുന്നത്. വെള്ളികൾ, നൃത്തരൂപകൾക്ക് രാജാക്കന്മാർ ശിരസാൽ ഇരുന്ന സ്ഥലമാണ്. കലാരൂപങ്ങളാൽ മൈസൂർ പാലസ് വളരെ ഭംഗിയേറുന്നതാണ്. ഇതാണ് എൻ്റെ